നമസ്കാരം. ഞാൻ കലാശാല മുരളി. 2025 സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 4 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കർക്കിടകക്കൂറിൻ്റെ നക്ഷത്രഫലമാണ് ഞാനിപ്പോൾ പറയുന്നത്. കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുണർതം, കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഈ കൂറുകാർക്ക് പൊതുവെ അല്പം മോശമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. മോശമായ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ വലിയ ദുഃഖങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം സുഖദുഃഖ സമ്മിശ്രമാണല്ലോ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിന് പരിഹാരം ഈശ്വരന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ ദുഃഖിച്ചിരിക്കാതെ മുന്നോട്ട് നീങ്ങുക. പ്രവൃത്തി മേഖലയിൽ ചില തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ വന്നു ചേരും. മനക്ലേശം വർദ്ധിക്കും. രോഗാരിഷ്ടതകൾ മൂലം ധനച്ചെലവേറും. ധനവരവുണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും. മനസ്സിൽ ഉദ്ദേശിച്ച പോലെയുള്ള പല കാര്യങ്ങളും നടക്കാതെ വരും. വാക്കുപാലിക്കാൻ കഴിയാതെ വരും. സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാതെ സൂക്ഷിക്കുക. ബന്ധുമിത്രാദികൾ ശത്രുക്കളെ പോലെ പെരുമാറുകയും പല ആരോപണങ്ങൾക്കും വിധേയനാകേണ്ടിയും വരും. പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം കുറയും. മേലധികാരികളുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും സ്ഥാനചലനത്തിനും ഇടയുണ്ട്. ദൂരദേശ യാത്രയും അലച്ചിലും വന്നു ചേരും. എങ്കിൽ തന്നെയും ആഴ്ചയുടെ അന്ത്യത്തിൽ ധനാഗമമാർഗങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറുകയും ധനവരവുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ ദോഷഫലശാന്തിക്ക് മുരുക ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും അർച്ചന നടത്തുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ മുരുകനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും മലർ നേദ്യവും അഭിഷേകവും നടത്തുക. അഭിഷേകം എന്ന് പറയുമ്പോൾ ഭസ്മാഭിഷേകം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ചീത്ത ഫലങ്ങൾക്കൊക്കെയും നമുക്ക് ഒരു പരിധിവരെ ശമനം ഉണ്ടാവുകയും അനുകൂലമായ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.